നമസ്തേ, ഞാൻ എമിനിൽ കുമാർ. വിരാട് കോഹ്ലിയുടെ വെടിക്കെട്ട് ബാറ്റിങ്ങിൽ റോയൽ ചലഞ്ചേഴ്സിന് സീസണിലെ ആദ്യ ജയം. കമന്ററി ബോക്സിൽ നിന്നും തിരികെ ക്രീസിലെത്തിയ ദിനേശ് കാർത്തിക്കിൻ്റെ തകർപ്പൻ ഫിനിഷിങ്ങും RCBക്ക് തുണയായി. ഇന്ന് യുവനായകന്മാർ നേർക്കുനേർ വരുന്ന പോരാട്ടമാണ്. ചെന്നൈയുടെ എതിരാളികൾ ഗുജറാത്താണ്. IPL ആവേശത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. IPLൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ആദ്യ ജയം. പഞ്ചാബ് കിങ്സിനെ 4 വിക്കറ്റിന് തകർത്താണ് RCB സീസണിലെ ആദ്യ ജയം സ്വന്തമാക്കിയത്. 49 പന്തിൽ നിന്ന് 77 റൺസ് എടുത്ത വിരാട് കോഹ്ലിയാണ് RCBയുടെ ടോപ്പ് സ്കോറർ. ദിനേശ് കാർത്തിക് 10 പന്തിൽ നിന്ന് 28 റൺസുമായി ഫിനിഷ് ചെയ്തപ്പോൾ മഹിബാൽ റോംറാർ 8 പന്തിൽ 17 റൺസുമായി വിജയത്തിൽ നിർണായക സംഭാവന നൽകി. ഇന്നലത്തെ മത്സരത്തിൻ്റെ വിശേഷത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വിരാട് കോഹ്ലിയുടെ പ്രകടനം തന്നെയാണ് ശ്രദ്ധേയമായത്. വിരാട് കോഹ്ലി 49 പന്തിൽ നിന്ന് 77 റൺസാണ് താരം സ്വന്തമാക്കിയത്. അതായത് കുറേ നാളായി, അതായത് കുറച്ച് നാളുകളായി ഇന്ത്യൻ ടീമിൽ നിന്നൊരു ഇടവേള എടുത്തതിന് ശേഷമാണ് വിരാട് കോഹ്ലി ടീമിലേക്ക് മടങ്ങിയെത്തിയത്. ആ വിരാട് കോഹ്ലിയുടെ പ്രകടനം തന്നെയാണ് ശ്രദ്ധേയമായത്. വരാനിരിക്കുന്ന T20 ലോകകപ്പിൽ വിരാട് കോഹ്ലി എങ്ങനെ പ്രകടനം കാഴ്ചവെക്കും, T20 ലോകകപ്പിലേക്ക് വിരാട് കോഹ്ലി ഉൾപ്പെടുത്തുമോ എന്നതടക്കമുള്ള ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് എന്തായാലും വിരാട് കോഹ്ലി IPLൽ ഗംഭീര പ്രകടനം തന്നെ നടത്തിയത്. ഇന്നലത്തെ മത്സരത്തിൽ നിർണായകമായ പ്രകടനം തന്നെ വിരാട് കോഹ്ലി കാഴ്ചവെച്ചു. പറഞ്ഞതുപോലെ 49 പന്തിൽ നിന്നാണ് അദ്ദേഹം 77 റൺസ് സ്വന്തമാക്കിയത്. അതിൽ തന്നെ 11 ബൗണ്ടറികളും 2 സിക്സറുകളും ഉണ്ടായിരുന്നു എന്നതും ശ്രദ്ധേയകരമായ കാര്യമാണ്. ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സ്കോർ 30 ആയ സമയത്ത് അദ്ദേഹം 7 ബൗണ്ടറികൾ നേടിയിരുന്നു എന്നതും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. എന്തായാലും വിരാട് കോഹ്ലി ഇന്നത്തെ മത്സരം അദ്ദേഹത്തിൻ്റെ ഒരു ഗംഭീര തിരിച്ചുവരവ് എന്ന് പറയാൻ സാധിക്കും. അതിനൊപ്പം നമുക്ക് എടുത്തു പറയേണ്ടത് ദിനേശ് കാർത്തിക് എന്ന സീനിയർ താരത്തിൻ്റെ ഒരു പ്രകടനം കൂടിയാണ്. അദ്ദേഹം 10 പന്തിൽ നിന്ന് 28 റൺസാണ് സ്വന്തമാക്കിയത്. ദിനേശ് കാർത്തിക് അദ്ദേഹം ഒരു കമൻട്രി ബോക്സിൽ നിന്നാണ് അദ്ദേഹം തിരികെ എത്തിയത്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇന്ത്യൻ ടീമിൽ അദ്ദേഹം കളിക്കുന്നില്ല. കഴിഞ്ഞ സീസണിൽ IPLലാണ് അദ്ദേഹം കളിച്ചത്. അതിനുശേഷം ഇങ്ങോട്ട് ഇന്ത്യൻ ടീമിൽ അദ്ദേഹം കാര്യമായ മത്സരങ്ങളൊന്നും കളിക്കാതിരുന്ന ദിനേശ് കാർത്തിക് എന്തായാലും ഒരു ഗംഭീര തിരിച്ചുവരവ്, ഒരു ഫിനിഷർ റോളിലേക്ക് അദ്ദേഹം എത്തുന്നൊരു കാഴ്ചയാണ്. അതായത് നമുക്കറിയാവുന്ന പോലെ തന്നെ ഇതിനു മുൻപ് ഒരു T20 ലോകകപ്പിൽ ഇതേപോലെ തന്നെ ദിനേശ് കാർത്തിക് IPLൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യൻ ടീമിലേക്ക് ഒരു ഫിനിഷർ റോളിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. എന്തായാലും ദിനേശ് കാർത്തിക്കിൻ്റെ പ്രകടനവും ഇന്നലെ RCBയെ സംബന്ധിച്ച് നിർണായകമായി. അതിനൊപ്പം തന്നെ ഇമ്പാക്ട് പ്ലെയറായി ഇറങ്ങിയ യുവതാരം മഹിബാൽ ലോംറാറിൻ്റെ പ്രകടനവും RCBക്ക് നിർണായകമായി. 8 പന്തിൽ 17 റൺസാണ് അദ്ദേഹം സംഭാവന ചെയ്തത്. RCBയുടെ ബൗളിംഗ് നിരയിലേക്ക് വന്നാൽ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തതാണ്. RCBയുടെ ബൗളിംഗ് നിര നിർണായക സമയത്ത് പ്രശ്നമുണ്ടാകുന്ന ആ ഒരു ബൗളിംഗ് നിരയെ പറ്റി ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അതിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരുന്നു. കാരണം മുഹമ്മദ് സിറാജ് വളരെ മികച്ച രീതിയിൽ ഇന്നലെ പന്തെറിഞ്ഞു. 4 ഓവറിൽ 26 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 2 വിക്കറ്റുകൾ സ്വന്തമാക്കിയ സിറാജ് മികച്ച രീതിയിൽ പന്തെറിഞ്ഞപ്പോൾ അൽസാരി ജോസഫിന് അടിതെറ്റുന്നൊരു കാഴ്ച ഉണ്ടായി. 4 ഓവറിൽ 43 റൺസാണ് ജോസഫ് വിട്ടുകൊടുത്തത്. എന്തായാലും അതുതന്നെയാണ് പഞ്ചാബ് കിങ്സിന് ഇന്നലെ തുണയായതും അതുതന്നെയാണ്. ഇന്നലത്തെ മത്സരത്തിൻ്റെ വിശേഷങ്ങൾ അതൊക്കെയായിരുന്നു. ഇന്നിനി നടക്കാൻ പോകുന്നത് 2 ഗംഭീര പ്രകടനങ്ങളാണ്. നമുക്ക് അതിലേക്ക് വരാം. IPLൽ ഇന്ന് യുവനായകന്മാരുടെ പോരാട്ടമാണ്. ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ എതിരാളികൾ ഗുജറാത്ത് ടൈറ്റൻസ് ആണ്. ആദ്യ മത്സരത്തിൽ ജയിച്ചതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് ഇരു ടീമുകളിലും ആദ്യ മത്സരത്തിലെ പ്രകടനം തുടർന്നാൽ ചെപ്പോക്കിൽ തീ പാറുമെന്ന ഉറപ്പാണ്. വൈകുന്നേരം 7:30 ചെന്നൈയിലാണ്, അതായത് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഹോം ഗ്രൗണ്ടായ ചെന്നൈയിലാണ് മത്സരം നടക്കുന്നത്. നമുക്ക് ഇന്നത്തെ മത്സരത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോയാൽ ഇനി പറഞ്ഞതുപോലെ തന്നെ ഗുജറാത്ത് ടൈറ്റൻസും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിലാണ് പോരാട്ടം. കഴിഞ്ഞ സീസണിലെ ഫൈനലിന് തുല്യമായ പോരാട്ടം തന്നെ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്നാലും മികച്ച പ്രകടനം തന്നെ ഇരു ടീമിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മികച്ച പ്രകടനം തന്നെ പ്രതീക്ഷിക്കാം. നമ്മോടൊപ്പം ഇന്നത്തെ മത്സരത്തിൻ്റെ ആ ഒരു വിലയിരുത്തൽ, അതായത് എന്ത് സംഭവിക്കും എന്ന് ഇന്നത്തെ മത്സരത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ പറയാൻ നമ്മോടൊപ്പം BCCIയുടെ മാച്ച് റെഫറിയും അതോടൊപ്പം തന്നെ ക്രിക്കറ്റ് നിരീക്ഷകനുമായ ശ്രീ P. രംഗനാഥൻ ചേരുന്നുണ്ട്. ശ്രീ P. രംഗനാഥൻ, ഇന്ന് ചെപ്പോക്കിൽ കഴിഞ്ഞ സീസണിലെ ഒരു ഫൈനലിന് സമാനമായ ഒരു മത്സരം നടക്കാനിരിക്കുകയാണ്. ചെന്നൈ സൂപ്പർ കിങ്സും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിൽ. ഇന്നത്തെ നടക്കാനിരിക്കുന്ന മത്സരത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നല്ലൊരു മത്സരം. വീണ്ടും വിജയിച്ചു വന്ന 2 ടീമുകൾ ഈ ലീഗ് റൗണ്ടിൽ
ആദ്യം ചെന്നൈയെ പറയുകയാണെങ്കിൽ RCB ആയിട്ട് ആദ്യ മത്സരത്തിൽ തന്നെ അവർ വിജയം കരസ്ഥമാക്കി. പൃഥ്വിരാജ് ഗേക്വാഡ് എന്നുള്ള യുവ നായകന്റെ നേതൃത്വത്തിൽ ധോണി എന്നുള്ള ഏറ്റവും മികച്ച രീതിയിൽ അദ്ദേഹം നയിച്ച വിക്കറ്റ് കീപ്പറായിട്ട് നയിച്ച ധോണി. അപ്പൊ എല്ലാ രീതിയിലും ചെന്നൈ വളരെ മികച്ച ഫോമിൽ ആദ്യ വിജയം RCBക്ക് നേരെ നേടിയിരിക്കുന്നു. മറുവശത്ത് നോക്കുകയാണെങ്കിൽ ഗുജറാത്ത് തീർച്ചയായിട്ടും ശുഭ്മാൻ ഗിൽ എന്നുള്ള യുവ ക്യാപ്റ്റൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മുംബൈക്ക് കരുത്തരായിട്ടുള്ള മുംബൈയെ തോപ്പിച്ചാണ് ഗുജറാത്ത് വരുന്നത്. എന്തായാലും ആതിഥേയർ എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും ചെന്നൈക്ക് അവരുടെ ആ ഒരു പെർഫോമൻസ് ചെപ്പോക്കിൽ തന്നെ തുടരാൻ സാധിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. കാരണം അവരുടെ എല്ലാവരും മികച്ച ഫോമിൽ കളിക്കുന്നു. അത് ശിവം ദുബെ ആയാലും രവീന്ദ്ര ആയാലും എല്ലാ രീതിയിലും അവര് കൂടുതൽ ആത്മവിശ്വാസത്തോടു കൂടി ബോളിംഗ് നിരയും ശ്രദ്ധാൽ ഠാക്കൂർ എന്നുള്ള അദ്ദേഹത്തിന്റെ ബോളിംഗ് മികവ്, ജഡേജ ആയാലും എല്ലാ രീതിയിലും ചെന്നൈയുടെ ബാറ്റിങ്ങും ബോളിങ്ങും ബാറ്റർമാരും ബൗളർമാരും വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്ത ആദ്യ മത്സരമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മറുവശത്ത് ടൈറ്റാൻസിന്റെ കാര്യം, ഗുജറാത്തിന്റെ കാര്യത്തിൽ ശുഭ്മാൻ ഗില്ലിന്റെ ഫോം മികവ് അത് എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കൂടാതെ ഡേവിഡ് മില്ലർ ആയാലും കെയ്ൻ വില്യംസ് ഇതൊക്കെ എല്ലാവരും മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിവുള്ള താരങ്ങൾ. അപ്പോ എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ നോക്കുകയാണെങ്കിൽ വീണ്ടും ഒരു തുല്യ ശക്തികൾ, അത് ചെന്നൈ ആണോ അല്ലെങ്കിൽ ഗുജറാത്ത് ആണോ എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്തിലും നല്ലൊരു മത്സരം നമുക്ക് ഇന്ന് T20യുടെ എല്ലാ ആവേശവും ഇന്നത്തെ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ചെന്നൈ നിരയിലേക്ക് വന്നാൽ കഴിഞ്ഞ മത്സരത്തിന് ഇല്ലാതിരുന്ന അവരുടെ കഴിഞ്ഞ സീസണിലെ തുറുപ്പ് ചീട്ടായിരുന്ന ശ്രീലങ്കയുടെ വെടിക്കെട്ട് പേസറായിട്ടുള്ള മതീഷ പതിരാന അദ്ദേഹം ടീമിനൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. അത് ഇന്ന് അദ്ദേഹം പ്ലേയിങ്ങിനുള്ളിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ടോ? അത് എത്രത്തോളം ചെന്നൈക്ക് എന്ന് ഗുണം ചെയ്യും? ഇന്ന് തീർച്ചയായിട്ടും ഒരു വിന്നിംഗ് കോമ്പിനേഷൻ മാറ്റാനായിട്ട് ചെന്നൈ ശ്രമിക്കില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. കഴിഞ്ഞ മത്സരത്തിലെ ആ ടീം തന്നെ ആയിരിക്കും ഇന്നും കളിക്കുക. കാരണം ഒരു പുതിയ ടീമിനെ, ഒരു പുതിയ പ്ലെയറിനെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ആ ഒരു കോമ്പിനേഷൻ മാറാനായിട്ട് എനിക്ക് തോന്നുന്നു ധോണിയും അല്ലെങ്കിൽ ഋതുരാജ് ഗേക്വാഡും ആഗ്രഹിക്കില്ല, അല്ലെങ്കിൽ ചെന്നൈയുടെ ടീം മാനേജ്മെന്റ് ആഗ്രഹിക്കില്ല. ആ ഒരു കോമ്പിനേഷൻ എങ്ങനെയാണ് ഈ മത്സരത്തിലും പെർഫോം ചെയ്യുക എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. എങ്കിലും ഒരു വിന്നിംഗ് കോമ്പിനേഷൻ മാറ്റാനായിട്ട് ടീം മാനേജ്മെന്റ് ശ്രമിക്കില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഓക്കെ, ഇന്നത്തെ മത്സരത്തിൻ്റെ കാര്യങ്ങൾ അതൊക്കെയാണ്. നമുക്ക് ഇന്നലത്തെ മത്സരത്തിലേക്ക് ഒന്ന് പോയിട്ട് വരാം. ഇന്നലത്തെ മത്സരത്തിൻ്റെ ഒരു വിരാട് കോഹ്ലിയുടെ നേതൃത്വത്തിൽ അദ്ദേഹം കിടിലൻ ബാറ്റിംഗ് നടത്തി, ഒരു വെടിക്കെട്ട് തകർപ്പൻ ബാറ്റിംഗ് പ്രകടനം നടത്തിയാണ് വിരാട് കോഹ്ലി ഇന്നലെ സ്വന്തം കാണികൾക്ക് മുമ്പിൽ, ചിന്നസ്വാമിയിലെ സ്വന്തം കാണികൾക്ക് മുമ്പിൽ വെടിക്കെട്ട് പ്രകടനം നടത്തിയാണ് ഇന്നലെ RCB വിജയം സ്വന്തമാക്കിയത്. കോഹ്ലിയുടെ ആ ഒരു പ്രകടനത്തെ, ഇന്നലത്തെ ആ ഒരു പ്രകടനത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? RCBക്ക് ഒരു ആശ്വാസ വിജയം. അവര് വിജയപാതയിലോട്ട് വന്നു, അതും കോഹ്ലിയുടെ ബാറ്റിംഗ് മികവിൽ. അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാരണം വിരാട് കോഹ്ലിയാണ് എന്നും അവരുടെ ബാറ്റിങ്ങിന്റെ നെടും തൂണ്. അപ്പൊ വിരാട് കോഹ്ലി ഫോമിൽ വന്നെങ്കിൽ തീർച്ചയായിട്ടും ഇനിയുള്ള മത്സരങ്ങളിലെല്ലാം തന്നെ പൂർണ്ണമായിട്ടും RCBക്ക് പെർഫോം ചെയ്യാൻ സാധിക്കും. എങ്കിൽ തന്നെ ഇന്നലെ ഏറെ ആശ്വാസം RCBയുടെ ബൗളർമാരുടെ പ്രകടനമാണ്. ആ ബൗളർമാര് വളരെ മികച്ച രീതിയിൽ പന്തെറിയുന്നു. അവര് സാമാന്യം ഭേദപ്പെട്ട പ്രകടനം ഇന്നലെ കാഴ്ചവെച്ചു. അപ്പൊ ബോളിംഗിന്റെ കാര്യത്തിലും RCB പെർഫോമൻസ് ഉയരത്തെ വന്നതുകൊണ്ട് തീർച്ചയായിട്ടും RCBക്ക് ആശ്വസിക്കാവുന്ന ഒരു വിജയം, അതും വിരാട് കോഹ്ലിയുടെ ബാറ്റിംഗ് മികവിൽ. മറ്റൊരു കാര്യത്തിലേക്ക് വന്നാൽ, നമ്മൾ ഇതിനു മുൻപ് ചർച്ച ചെയ്തിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ദിനേശ് കാർത്തിക്കിൻ്റെ പ്രകടനം. അദ്ദേഹം കമൻട്രി ബോക്സിലേക്ക് പോയതാണ്. ഇന്ത്യൻ ടീമിൽ സ്ഥാനം ലഭിക്കാതെ കമൻട്രി ബോക്സിലേക്ക് പോയൊരു താരമാണ്. അദ്ദേഹം തിരിച്ച് ടീമിലേക്ക് വന്നു. ഇതിനു മുൻപും അദ്ദേഹം കമൻട്രി ബോക്സിൽ നിന്ന് IPL കളിച്ച് വീണ്ടും ഇന്ത്യൻ ടീമിലെത്തിയ താരം കൂടിയാണ്. ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ പ്രകടനത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഏറ്റവും നിർണായകം. ഇത് സമാനമായ രീതിയിൽ ശ്രീലങ്കയ്ക്കെതിരെ ഒരു വിജയം ദിനേശ് കാർത്തിക്കിന്റെ ബാറ്റിൽ നിന്ന് ഉണ്ടാവുകയുണ്ടായി. ആ രീതിയിൽ ഇന്നലെ അദ്ദേഹത്തിന്റെ ആ ബാറ്റിംഗ് മികവ്, പഴയ ആ പടക്കുതിര എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ആ ബാറ്റിംഗ് പ്രകടനവും ഇന്നലെ വിജയത്തില് ഏറെ നിർണായകമായിരുന്നു. ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ടത് വിരാട് കോഹ്ലിയും ദിനേശ് കാർത്തിക്കും വളരെ സീനിയർ ആയിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് താരങ്ങൾ. പിന്നീട് നോക്കേണ്ടത് ദിനേശ് കാർത്തിക്കിനെ പോലെ തന്നെ പല താരങ്ങളും IPL വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്ത് കളിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കാണുന്നത്. കാരണം ഏകദിനത്തിലായാലും ടെസ്റ്റിലായാലും അവര് വിരമിച്ചിട്ട് IPL മാത്രം ഫോക്കസ് ചെയ്യുന്ന പല താരങ്ങളെ നമുക്ക് ഈ IPL നമുക്ക് പല ടീമുകളിലും കാണാൻ സാധിച്ചു. അതുകൊണ്ട് ദിനേശ് കാർത്തിക്കിന്റെ ആ ഒരു പ്രകടനം, അദ്ദേഹത്തിന്റെ ആ ഒരു എക്സ്പീരിയൻസും അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസൻസും തീർച്ചയായിട്ടും RCBക്ക് ഗുണം ചെയ്തു. ഇനിയുള്ള മത്സരങ്ങളിലും അതൊരു ഇമ്പാക്ട് പ്ലെയർ ആയിട്ടാണ് ആദ്യ മത്സരത്തിൽ RCB
കളിച്ചപ്പോൾ ദിനേശ് കാർത്തിക് വന്നത്. ഈ മത്സരത്തിൽ അദ്ദേഹം പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് മികവ് പുറത്തെടുത്ത് നന്നായിട്ട് പെർഫോം ചെയ്ത് ടീമിനെ വിജയിപ്പിച്ചു. ഇമ്പാക്ട് പ്ലെയറിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഇന്നലത്തെ മത്സരത്തിലും ഇമ്പാക്ട് പ്ലെയർ ശരിക്കും ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്ന് പറയാൻ സാധിക്കും. കാരണം മഹിബാൽ ലോംറർ അദ്ദേഹം ഇമ്പാക്ട് പ്ലെയറായിട്ട് ഇറങ്ങി 8 പന്തിൽ നിന്ന് 17 റൺസ് നേടി RCBയുടെ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ചു. കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ തന്നെ ഈ ഒരു ഇമ്പാക്ട് പ്ലെയറിൻ്റെ ആ ഒരു സാന്നിധ്യം വളരെ വലുതായിരുന്നു. കാരണം ഡെവാൾഡ് ബ്രെവീസ് മുംബൈക്ക് വേണ്ടിയിട്ട് മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു, അതുപോലെ ഡൽഹിക്ക് വേണ്ടി. അപ്പോൾ ഇമ്പാക്ട് പ്ലെയേഴ്സിൻ്റെ ഒരു പ്രകടനം ഈ സീസണിൽ ഇതുവരെ തൃപ്തികരമായ നിരയിലാണ് അല്ലേ? തീർച്ചയായിട്ടും ഈ ഇമ്പാക്ട് പ്ലെയറിന്റെ ഇൻട്രൊഡക്ഷൻ തന്നെ ആ ഒരു ക്രൂഷ്യലായിട്ട് ഒരു ബൗളറെ ആയാലും ഒരു ബാറ്ററെ ആയാലും നിർണായക ഘട്ടത്തിൽ ടീമിന് അനിവാര്യമാവുമ്പോൾ ആ പ്ലെയറിനെ ഉപയോഗിക്കുക. 12 ഓവറിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇമ്പാക്ട് പ്ലെയറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ആ രീതിയിൽ ആ ടീം ക്യാപ്റ്റനും അല്ലെങ്കിൽ ടീം കോച്ചും എടുക്കുന്ന തീരുമാനം അത് ഇതുവരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിവെച്ച രീതിയിലാണ് പല ഇമ്പാക്ട് പ്ലെയറിന്റെയും ഇൻക്ലൂഷൻ വന്നിരിക്കുന്നത്. ഇനിയും അങ്ങനെ തന്നെ കരുതാം. കാരണം അത് തന്നെയാണ് ആ ഒരു പ്ലെയറിന്റെ പ്രത്യേകതയും. ബാറ്റ് ചെയ്യാൻ വരുന്നു, അവസാന ഓവറുകളിൽ കൂറ്റൻ അടികളിലൂടെ അദ്ദേഹം ടീമിനെ വിജയത്തിലോട്ട് എത്തിക്കുന്നു. ബൗളിങ്ങിന്റെ കാര്യത്തിലായും അദ്ദേഹത്തിന്റെ 4 ഓവർ പൂർണ്ണമായിട്ടും വിനിയോഗിക്കാൻ സാധിക്കുന്നു. അവിടെയാണ് ഇമ്പാക്ട് പ്ലെയറിന്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള റോള് വരുന്നത്. ഓക്കെ, എന്തായാലും ഇന്നലെ RCB വിജയം സ്വന്തമാക്കി. മികച്ച രീതിയിൽ വിരാട് കോഹ്ലി കളിച്ചു. ദിനേശ് കാർത്തിക്കിൻ്റെ ഒരു തിരിച്ചുവരവിന് ഇന്നലെ നമ്മൾ സാക്ഷ്യം വഹിച്ചു. ഇനി ഇന്നത്തെ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് ചെന്നൈയുടെ മത്സരമാണ്. ചെന്നൈയും ഗുജറാത്തും, അതായത് ആദ്യ മത്സരങ്ങളിൽ വെടിക്കെട്ട് പ്രകടനം കാഴ്ച ചെന്നൈയും ഗുജറാത്തുമാണ് ഇന്ന് നേർക്ക് നേർ വരുന്നത്. ഇന്ന് ചെപ്പോക്കിൽ തീ പാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളെ രാവിലെ 8:15 വീണ്ടും കാണാം. എന്തായാലും ഈ IPL ആവേശത്തിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്തേ.